എല്ലാവർക്കും സ്വാഗതം. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. എന്നാൽ ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഭൂട്ടാൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരത്തിന്റെ പ്രസാധകനാര്? ഹെർമൻ ഗുണ്ടർ. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്? ആഗ്ര കോട്ട, അജന്ത ഗുഹകൾ എന്നിവയാണ്. എങ്കിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാനും ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ഇന്ത്യയിലെ ഏതു അയൽരാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത്? കാബൂൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ? ഹിന്ദി. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണം, കായിക സാക്ഷരത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര്? സൻസദ് ഭവൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപ. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്, ഇന്ത്യ. ഇന്ത്യയിലെ അഹമ്മദാബാദ്. ഓക്കെ. ഈ 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? 100ാം വാർഷികം. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികമാണ് 2030. അപ്പോൾ അത് എന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക? 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. എത്രാം തവണയാണ് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വേദിയാവുന്നത്? രണ്ടാം തവണ. ആദ്യത്തെ തവണ 2010 ന്യൂഡൽഹിയിലായിരുന്നു. 2025 ഇന്ത്യ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ച വിദേശിയാര്? ഓക്കെ. അദ്ദേഹം ഒരു ജാപ്പനീസ് സുസുക്കി മോട്ടോർ വാഹന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും CEO ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? സൂര്യകാന്ത്. ഇതിന് മുമ്പ് ആരായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? BR ഗവായ്. സൂര്യകാന്ത് ഒരു ഹരിയാന സ്വദേശിയാണ്. 2025 നവംബർ 24 മുതൽ 2027 ഫെബ്രുവരി വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. ബീഹാറിന്റെ 2025 പുതിയ മുഖ്യമന്ത്രി ആരാ? നിതീഷ് കുമാർ. അവിടുത്തെ ഗവർണർ? ആരിഫ് മുഹമ്മദ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇസ്രോയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്? നിസാർ എന്ന് വെച്ചാൽ നാസ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ആ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരാ? തോമസ് കുര്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ റെയിൽവേ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷ. ഏറ്റവും നീളം കൂടിയ പാലം ഏതാ? ഇപ്പോ അസമിലെ ബോഗിബീൽ പാലം. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം? കുറാസോ. 2026 ഇനി ലോകകപ്പ് ഫുട്ബോള് വരുന്നത്. 2025 സ്ഥാപിതമായതിന്റെ 75ാം വാർഷികം ആഘോഷിച്ച മെഡിക്കൽ കോളേജ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ്. ഓക്കെ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് വില്യം ബെന്റിക് പ്രഭു ആണ് സ്ഥാപിച്ചത്. ഓക്കെ. 2025 ഭരണഘടനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് എത്ര ഭാഷകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം ചെയ്ത പതിപ്പുകൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി? 9 ഭാഷ. അതിൽ മലയാളം ഉണ്ട്, മലയാള ഭാഷയുണ്ട്. ഓക്കെ.
ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന? നവംബർ 26. നവംബർ 26. എന്ന് മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 2015 മുതൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗണേഷ് കുമാർ. ആദ്യമായി അന്തരീക്ഷ ബഹിരാകാശ നിലയത്തിലെത്തിയ ഭാരതീയൻ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്തെത്തിയ ദൗത്യം ആക്സിയം 4. ആക്സിയം 4ന്റെ വിളിപ്പേര്? മിഷൻ ആകാശഗംഗ. ഓക്കെ. അവര് സഞ്ചരിച്ച പേടകത്തിന്റെ പേരെന്തായിരുന്നു? SpaceX Dragon C213. ഓക്കെ. ഡ്രാഗൺ പേടകം വഹിച്ച റോക്കറ്റ്? Falcon 9 Block 5. ഫാൽക്കൺ 9 ബ്ലോക്ക് 5. ആക്സിയം 4 ദൗത്യം പുറപ്പെട്ടത് എവിടെ നിന്ന്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് എന്നായിരുന്നു? ജൂൺ 25 മുതൽ 2025 ജൂലൈ 15. 2025 ജൂൺ 25 മുതൽ 2025 ജൂലൈ 15 വരെ. ആക്സിയം 4 മിഷനിൽ ഉൾപ്പെട്ട പ്രമേഹ ഗവേഷണ പദ്ധതി ഏതാ? പ്രമേഹ ഗവേഷണ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മലയാളി? ഡോക്ടർ ഷംസീർ വയലിൻ. 2025 ബുക്കർ പ്രൈസ് ജേതാവ്? ഡേവിഡ് സാലേ. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി? പെൻഗ്വിൻ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ആനമുടി. മിഠായി പൊതി ആരുടെ കൃതിയാണ്? നമ്പൂതിരിപ്പാട്. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞങ്ങൾ ഇനിയും GK ക്വിസുമായി വരും. എല്ലാവരും കാണണേ.